എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാറിന് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ആദ്യം സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇതായിരുന്നു, ഡിഗ്രി ആയിരുന്നു. സാറ് വാസ്തു ഡിഗ്രിയിൽ എങ്ങനെ നോക്കുന്നു എന്നായിരുന്നു. അപ്പം നമുക്കത് സാർ നന്നായിട്ട് വിശദീകരിച്ച് തന്നു. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ വെയിറ്റും ഹൈറ്റുമാണ്. എങ്ങനെ ഈ വാസ്തുവിൽ വെയിറ്റും ഹൈറ്റും നോക്കിയിട്ട്? തീർച്ചയായും നമ്മളിപ്പോൾ വാസ്തു പരിശീലിക്കുന്നത് ഡിഗ്രി ബേസിലാണ്. സൂര്യ വെളിച്ചവും അതിന് അനുമതിയുമായിട്ടുള്ള ഡിഗ്രി ബേസിൽ ആ വെളിച്ചത്തിൻ്റെ ഉച്ചനീച്ചങ്ങളെ കുറിച്ചാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് മറ്റൊരു മുഖമുണ്ട് വാസ്തുവിന്, വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും കന്യഭാഗത്തോട്ട് വെയിറ്റ് കൂടുതൽ വേണം ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ മോഡലിൽ. അപ്പോൾ നമ്മൾ വീട് കെട്ടുമ്പോൾ തന്നെ കന്യഭാഗം നമുക്ക് ചേർത്ത് കെട്ടും. പക്ഷേ അത് ഓപ്പോസിറ്റ് ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവദനീയമല്ലാത്ത സ്ഥലത്ത് വെയിറ്റ് കൊണ്ടുവയ്ക്കുകയും പുരകൾ, വിറക് പുര, പിന്നെ എന്തെങ്കിലും കൂടുകൾ വളർത്തുകയാണെങ്കിൽ അതിനൊരു സെക്ഷൻ, ഇതൊക്കെ മതിലോട് ചേർത്ത് കെട്ടുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം മതിലോട് ചേർത്ത് കെട്ടുന്നത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ 180 to 270 നമ്മൾ മതിലോട് ചേർത്ത് കെട്ടേണ്ടത്. ഡിഗ്രി ബേസ് നേരത്തെ പറഞ്ഞു. അതായത് 180 എവിടെയാണ് തുടങ്ങുന്നത്? കർക്കടക ചിങ്ങ മധ്യത്തിൽ നിന്നാണ് 180 തുടങ്ങുന്നത്. അതേപോലെ താഴെ വന്ന് 270 അവസാനിക്കുന്നത് വൃശ്ചിക തുലാ മധ്യത്തിലാണ്. അപ്പോൾ ആ 180 to 270 മതിലിനോട് ചേർന്ന് കെട്ടേണ്ടത്. ഇപ്പോൾ മതിലിനോട് ചേർന്ന് നമുക്ക് ഒരു വിറക് പോലെ വയ്ക്കാം, മതിലിനോട് ചേർന്ന് ഒരു ഔട്ട് ഹൗസ് ഗോഡൗൺ വയ്ക്കാം, മതിലിനോട് ചേർന്ന് നമുക്ക് പക്ഷിക്കൂടുകൾ, അങ്ങനെ എന്തെങ്കിലും കൂടെ ഐറ്റങ്ങൾ, വലിയ ബിൽഡിംഗ് കല്ല് വെച്ച് കെട്ടുന്ന രീതികൾ ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് വരുന്നതിൽ. അപ്പോൾ വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിലായതുകൊണ്ട് ഈ 180 to 270 ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തറ വീടിൻ്റെ തറയേക്കാൾ അല്പമെങ്കിലും ഉയർന്നിരിക്കണം. മനസ്സിലായിട്ടില്ല? അപ്പം നമ്മൾ വീട് കെട്ടാം, പക്ഷേ ഒരു കുഞ്ഞ് വിറക് പുര നമ്മളവിടെ നിർമ്മിക്കുമ്പോഴത്തേക്കും വീടിനോടൊപ്പം ഹൈറ്റ് കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല, അല്ലേ? അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ താഴെ തറയില്ലേ, അത് നമ്മുടെ വീടിനേക്കാൾ ഒരു അരയടി അല്ലെങ്കിൽ ഒരടിയെങ്കിലും ഉയർന്നു നിൽക്കുക. ഒന്നുകിൽ സമാന്തരമായി, അതല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന്, സമാന്തരമായതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ ബേസിൽ നമ്മൾ ചെയ്തു. ഇതൊരു കൊച്ചു കൂടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് വടക്ക് കിഴക്ക് ഒഴിച്ച് എവിടെ വേണം നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് ബേസ് നമ്മൾ ചെയ്യുമ്പോൾ വീടിൻ്റെ മുകളിൽ മനഃപൂർവ്വമായൊരു ഹൈറ്റ് നിർമ്മിക്കാനാണ് വാട്ടർ ടാങ്കും അതിൻ്റെ ടവറും ഒക്കെ എല്ലാം നിർമ്മിക്കാൻ പറഞ്ഞത്. അപ്പോൾ മനഃപൂർവ്വമായി വരുന്നു. പല സ്ഥലത്തും നമ്മൾ കാണുന്നത്, പല ഭാഗത്ത് വടക്ക് കിഴക്ക് അടുക്കള ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ചിമ്മിനി വരും. അപ്പോൾ അത് ഉയർന്നു നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് അതിൻ്റെ മേളിൽ കൊണ്ട് വാട്ടർ ടാങ്ക് വയ്ക്കും. അപ്പോഴത്തേക്കും പരിപൂർണമായിട്ടും ആ വീട്ടിൻ്റെ പുരുഷൻ്റെ ധൈര്യം ചോരുന്നു, അല്ലെങ്കിൽ പുരുഷനാൽ ഉണ്ടാകേണ്ട അഭിവൃദ്ധിക്ക് കുറവ് സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു വ്ളോഗിൽ പറഞ്ഞു, അവിടെ സ്ത്രീകൾക്ക് മുൻഗണന മനഃപൂർവ്വമായി പേരേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. ഒരിക്കലും സ്ത്രീ ഇല്ലാതെ ഒരു വീട് പൂർണ്ണമാവുന്നില്ല. സ്ത്രീ സന്തോഷം അനുവദിക്കാത്തിടത്തോളം കാലം ആ വീട് സന്തോഷമാകുന്നില്ല. സ്ത്രീ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും പലരും പറയുന്നത് സ്ത്രീ തണുപ്പാണ്, ജലമാണെന്നാണ്. വാസ്തുവിൽ സ്ത്രീയെ അഗ്നിയായിട്ടാണ് കാണുന്നത്, പുരുഷനാണ് ജലം. ഇത് എത്ര പിന്നിലോട്ട് നിങ്ങൾ പഠിച്ചാലും യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടേണ്ടി വരും. സ്ത്രീയാണ് അഗ്നി. സ്ത്രീ ബലത്തിൽ തന്നെയാണ് ഒരു വീട് മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഒരു വീട്ടിൽ ജനിച്ച കുട്ടികളെല്ലാം ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാലത്തിന് ശേഷം അവരൊരു നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരും. അത് ചരിത്രത്തിൽ തന്നെ പല ഉദാഹരണങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ അവിടെ കുറച്ച് കാലം കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ഭാര്യ വന്നെത്തുകയും ആ കുട്ടി മകളുടെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ വീട് തിരിച്ചും പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ ഗ്യാപ്പ് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സ്ത്രീ സാന്നിധ്യം, എനർജി ബേസിൽ ഭൂമി സ്ത്രീയായിട്ട് കാണാം, വീട് സ്ത്രീയായിട്ട് കാണാം, വാഹനങ്ങളെല്ലാം സ്ത്രീയാണ്, മരങ്ങളിൽ പലതും സ്ത്രീ മരങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതിയും സ്ത്രീയുമായി വലിയൊരു ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശതമാനം സ്ത്രീത്വം തന്നെയാണത്. ഉൽപാദനം, ഉത്ഭവം, അമ്മ, അല്ലേ? അപ്പോൾ ഒരു വീട് അതിൻ്റെ തികഞ്ഞ തന്മ പുറത്ത് കാണിക്കണമെങ്കിൽ അതൊരു സ്ത്രീ സാന്നിധ്യം വേണം. സ്ത്രീ സാന്നിധ്യമില്ലാത്ത ഈവൻ ഒരു പാർട്ട്ണർഷിപ്പ് പോലും, ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷ പാർട്ട്ണർഷിപ്പ്, ഒരുപക്ഷെ 2 ആണുങ്ങളാണ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മനഃപൂർവ്വമായി ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ മകളോ അമ്മയോ ഭാര്യയോ ആ പാർട്ട്ണർഷിപ്പിലൊരു സംവിധാനം കൂടെ ഒരുക്കി പോകും. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകും. അപ്പോൾ സ്ത്രീയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് അത് ശരിക്കും പറഞ്ഞാൽ ജലസാന്നിധ്യം പേറുന്നു,
അവിടെ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ നീർ അല്ലെങ്കിൽ ജലത്തിനെ നമുക്ക് നോർത്ത് ഈസ്റ്റിനെ സങ്കല്പിക്കാം. അപ്പം അവിടെ അത് പുരുഷന്റെ ദിക്കായി മാറുകയും അവിടെ ഉണ്ടാകേണ്ട പരിപൂർണമായിട്ടുള്ള തെറ്റുകളും പുരുഷനെ ബാധിക്കുള്ളൂ. പുരുഷനിലൂടെ സ്ത്രീ ബാധിക്കും. നമ്മുടെ സാമ്പ്രദായ വ്യവസ്ഥ അന്വേഷിച്ച് ഒരു പുരുഷൻ തളരുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നു ചേരുന്നു. ഇപ്പോൾ കാലങ്ങൾ മാറുന്നു. ഇപ്പോൾ പുരുഷനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുള്ളൊരു കാലമാണ്. പക്ഷേ വാസ്തു എന്നുള്ളത് പഴമയാണ്. ആ പഴമയിലൂടെ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കന്നി ഈശാന്യം ഇത് പുരുഷനെ കുറിക്കുന്ന ദിക്കായതുകൊണ്ട് അവിടെ നടക്കുന്ന തെറ്റുകൾക്കും പുരുഷൻ പ്രഹരം ഏൽക്കേണ്ടി വരുമെന്നുള്ള മറ്റൊരു മറഞ്ഞിരിക്കുന്ന സത്യത്തിനാണ് വെളിപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ അപ്പം നമുക്കവിടെ ഒരു വാസ്തുദോഷം പേറിയൊരു വീടാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും മനഃപൂർവ്വമായി ചില വാസ്തു അഡ്വാൻസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കല്ല്, ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുടെ വീടിന് വേണ്ടി ഉപയോഗിക്കുന്ന കല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ അത് നേരത്തെ മേടിച്ച് കന്നി മൂലയിൽ അടുക്കുക. അപ്പോൾ കന്നി ബലക്കും. കന്നി ഭാരം കൂടുമ്പോൾ വാസ്തു ഒരല്പം റിലീഫ് ചെയ്യും. വാസ്തു ദോഷം ഒരല്പം റിലീഫാവും. അത് കന്നി ഭാരം മനഃപൂർവ്വമായിട്ട് കൂട്ടേണ്ടിയിരിക്കുന്നു. ഒരു വീടിന് ഞാൻ ഇങ്ങനൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ തൊട്ടടുത്തൊരു വീടിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അവർ റോഡിൽ ഇറക്കി വെക്കുന്ന കല്ല്. അപ്പം ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പം നിങ്ങൾ എങ്ങനെ ടേംസ് എന്ന് ചോദിച്ചു. അവർ നോക്കി ഞങ്ങൾ നല്ല അയൽവാസികളാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്തു, അവർ റോഡിലല്ലേ ഇറക്കി വെക്കുന്നത്, നിങ്ങൾ ആ മെറ്റീരിയൽ ഈ മതിൽ പൊളിച്ച് ഇതിനകത്തോട്ട് കയറ്റാൻ പറഞ്ഞു. താൽക്കാലികമായിട്ടുള്ള മതിൽ, പൊക്കരമല്ല കേട്ടോ, താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ കറങ്ങി വരേണ്ടി വരും. അവരതങ്ങനെ ചെയ്തു. നല്ലൊരു മാറ്റം ഉണ്ടാവുന്നു. പേരൊന്നും ബുദ്ധിമുട്ടാണ് പറയാൻ, എനിക്കറിയില്ല എങ്ങനെ അവരത് എടുക്കുമെന്ന്. അത് താൽക്കാലികമായിട്ട് അവിടെ ഒരു മതിൽ പൊട്ടിച്ച് ഇവരുടെ മുഴുവൻ ചുടുകല്ല് കരിങ്കല്ലെല്ലാം നല്ല ഏരിയ ഉള്ളൊരു വീടായിരുന്നു കന്നിയിലോട്ട് കയറ്റി. കാരണം കന്നി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ വീട് ഈശാന്യത്തിലായിരുന്നു. അപ്പോൾ കന്നി മതിൽ കെട്ടും ആ പരിസരവും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. വൃക്ഷങ്ങളും ഈശാന്യത്തിലായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം അവർക്കൊരു നല്ലൊരു റിലീഫ് ഉണ്ടായി. പിന്നെ ആ വീട് കെട്ടുമ്പോൾ തന്നെ അതിൻ്റെ ആൾക്കാരെ വെച്ച് തന്നെയാണ് അവർ ഇവരുടെ ഞാൻ പറഞ്ഞ വാസ്തു ക്ലിയർ ചെയ്തിട്ടുള്ളത്. എന്നെ കേൾക്കും, അവർ കേൾക്കുന്നുണ്ടായിരിക്കും ഈ കാര്യം. അപ്പോൾ നമ്മൾ കന്നി ഭാഗം ബലപ്പിക്കേണ്ടത് മനഃപൂർവ്വമായി കുറച്ച് വെയിറ്റ് അവിടെ സൃഷ്ടിക്കുക. അപ്പോൾ കന്നി സ്ട്രോങ് ആവും. ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ഹൈറ്റ് എങ്ങനെയാണ് പറഞ്ഞാൽ മേളിൽ കൂടുതൽ കൺസ്ട്രക്ഷൻ മോഡൽ മേളിൽ കൂടുതൽ വർദ്ധിപ്പിക്കുക. അതിന് സമാന്തരമേ നോർത്ത് ഈസ്റ്റ് ഭാരം കുറയ്ക്കുകയും താഴ്വാരങ്ങളാക്കുകയും ചെയ്യുക. പിന്നെ വെയിറ്റ് ബേസിലാണെങ്കിൽ കന്നിമൂലയിലാണ് ഏറ്റവും കൂടുതൽ ഭാരം കയറ്റേണ്ടത്. അതാണ് ആ കന്നിമൂല പൂർണ്ണമായും എടുക്കുന്ന 2 നീച്ചങ്ങൾ ചേരുന്ന ഭാഗമാണ് കന്നിമൂല. അപ്പം അതാണ് 180 to 270. ഇത്രയും ഡിഗ്രി നിങ്ങൾ വെയിറ്റ് ആൻഡ് ഹൈറ്റ് മുകളിലും താഴെയുമായി കർശനമായി ശ്രദ്ധിക്കുക. ഇതാണ് വെയിറ്റ് ബാലൻസ്. അതിന് ഓപ്പോസിറ്റ് 180ക്ക് ഈശാന്യം വരെയും 270ക്ക് ഈശാന്യം വരെയും നിങ്ങൾക്ക് കുറച്ചായിട്ട് ഭാരം കുറച്ച് പൂർണ്ണമായും നിങ്ങൾക്ക് ആ മീനമധ്യം ഭാരമില്ലാമയായിട്ട് കൊണ്ടുവരാം. അതായത് 180 ആഗ്നേയത്തിലൂടെയും 270 വായുവത്തിലൂടെയും നിങ്ങൾക്ക് ഘട്ടഘട്ടമായി വെയിറ്റ് കുറച്ച് ആ കറക്റ്റ് 45 എന്നുള്ള ഈശാന്യത്തിൽ നിങ്ങൾ ഒട്ടും ഭാരമില്ലാമയും കുഴിയോ കിണറുകളുമായി സൂക്ഷിക്കുക. ഇവിടെ വാസ്തു ബാലൻസ് ആവും. മനസ്സിലായില്ലേ? സബ്ജക്റ്റ് കുറച്ച് കടുപ്പാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു ഇനി പഴയതുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല, കുറച്ച് കടുപ്പിക്കേണ്ടി വരുന്നു. സബ്ജക്റ്റ് എല്ലാം വിശദീകരിച്ച് പോകാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നിങ്ങൾ ഇതിന് ഈ ഡിഗ്രി ബേസും ഉച്ചനീച്ചങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്ക് മുമ്പ് തന്നെ ഉണ്ടാവും. വേഗം കിട്ടും. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ എളുപ്പം മനസ്സിലാവും. സാറ് നമുക്ക് ഈ അഗ്നിമൂലയിലെ ജലസാന്നിധ്യം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ പൈപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പുകളൊക്കെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് വരുന്നുണ്ടത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ പറഞ്ഞേ, വീഡിയോ 1 2 വട്ടം നന്നായിട്ട് കാണുക. ഞാൻ ആഗ്നേയ സാന്നിധ്യം ഉണരേണ്ട ഇടത്ത് ജലസാന്നിധ്യം കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെയാണ്? ശരി, ഇപ്പോൾ അഗ്നിമൂലയിൽ ഒരു കിണർ, അഗ്നിമൂലയിൽ ഒരു സെപ്റ്റിക് ടാങ്ക്, അഗ്നിമൂലയിൽ ഒരു കുഴി, ഇതെല്ലാം സ്ഥായിയായ ജലസാന്നിധ്യത്തിനെ കുറിക്കുന്നു. ഹൈറ്റ് ആൻഡ് വെയിറ്റ് ബേസിൽ അവിടെ കുഴി വരാനും പാടില്ല. കാരണം നമ്മുടെ ഡിഗ്രി പ്രകാരം അവിടെ 135 വരുന്ന ഡിഗ്രിയാണ്. അവിടെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരിക്കലും കുഴി വരും. 135 അതിന് പാരലായിട്ട് 315 ഈ 2 സ്ഥലങ്ങളിൽ സമാന്തരമായി കുഴി വന്നാൽ സ്ത്രീകൾ ബാധിക്കും. ഇതിനെയാണ് ആഗ്നേയ വായു മൂലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ഥായിയായ ഒരു ജലമാണ് അവിടെ പാടില്ലെന്ന് പറഞ്ഞാൽ മണ്ണ് നനഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഭൂമിയിൽ അഗ്നിഭാഗമെന്ന് ഉണർത്തുന്ന ആ 135 ഡിഗ്രി യഥാസമയവും നനഞ്ഞിരിക്കാൻ പാടില്ല. അപ്പം അവിടെ അഗ്നി സാന്നിധ്യം താമസിക്കും. അപ്പം ആ വീട് അതിൻ്റെ അഗ്നി തന്മയെ നശിപ്പിക്കുന്നു സ്വയം. പക്ഷേ ചിലർ അതുവഴി പൈപ്പ് പോയാൽ, പൈപ്പ് ഒരു പ്ലാസ്റ്റിക്കിനുള്ളിലോട്ട് പോയില്ലേ, അതേപോലെ തന്നെ അതേ ഭൂമിക്ക് താഴെ ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് അല്ലേ?
ഭൂമിക്ക് താഴെ ഊറ്റുണ്ടല്ലോ. ഇതല്ല ഞാൻ ഈ പറഞ്ഞത്. രണ്ടാമത് മഴ പെയ്യുന്നു, ഒരു മഴക്കാലമാണ്, അവിടെ ഒരു 2 മാസത്തേക്ക് വെള്ളം നിറഞ്ഞു കിടക്കും, വേറെ വഴിയില്ല. ഇതല്ല നിങ്ങൾ വാസ്തുവിലോട്ട് എടുക്കേണ്ടത്. അത് ജലം വീഴുകയും വറ്റുകയും ഉണങ്ങുകയും ചെയ്യും, ഈ പൈപ്പിലൂടെ വെള്ളം കടന്നു പോവുകയും ചെയ്യും. പക്ഷേ മനഃപൂർവ്വമായി നമ്മൾ ഉണ്ടാക്കുന്ന കുഴികൾ, അത് വെയിറ്റ് ഇൻ ഹൈറ്റ് ബേസിൽ 135 അത് പ്രോബ്ലം ആവുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് സ്ഥായിയായ ഒരു ജലസാന്നിധ്യമാണ്, അവിടെ മാത്രം കണ്ടുവരുന്ന ജലസാന്നിധ്യം. മഴ പാരലായിട്ട് എല്ലായിടത്തും ഉണ്ടാവും, അവിടെ മാത്രം. ആ വീട് എവിടെയാണ് ഒരു ചതുരം ഉണരുന്നത് അവിടെ വാസ്തു വർക്കൗട്ട് ആവുന്നു. അപ്പോൾ അവിടെ അഗ്നിമൂല എന്ന് സ്വയം ഭൂമിയിലൂടെ ഉത്ഭവിക്കുന്ന ഒരു എനർജി, ആ എനർജിക്കുള്ളിൽ ഹീറ്റിന് പകരം വാട്ടർ പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും മിസ് കോമ്പിനേഷൻ ആവുന്നു. ഇതിലൂടെ ആ ഭൂമി തൻ്റെ അഗ്നി തന്മയെ സ്വയം നശിപ്പിക്കുന്നു. അതിലൂടെ അണ്ടവും പിണ്ടവും ഒன்று, അണ്ടത്തിലിരുപ്പത് താൻ പിണ്ടത്തിലും പിണ്ടത്തിലിരുപ്പത് താൻ അണ്ടത്തിലും, ഈ ഒരു വാക്കുകൾക്ക് വിപരീതമായി മിസ് കോമ്പിനേഷൻ, ആ ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി ഈ വീട് നഷ്ടപ്പെടുത്തുന്നു. ആ വീട്ടിനുള്ളിരിക്കുന്ന നമ്മളും നമ്മുടെ ശരീരാവസ്ഥകൾക്കുള്ളിൽ അത് സ്വയം മെല്ലെ മെല്ലെ നഷ്ടമാവുന്നു. ഇത് വളരെ തത്തുല്യമായിട്ട് അളക്കണമെങ്കിൽ നമ്മൾ സെൽസിനെ കുറിച്ച് പഠിക്കണം, മനുഷ്യ ശരീരത്തിലുള്ള കോശങ്ങളെ കുറിച്ച് പഠിക്കണം, അവരെങ്ങനെയാണ് അവരുടെ എനർജി കോസ്മിക്കിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് വിശദീകരിക്കണം. അപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഹ്യൂമൻ ബോഡിക്ക് വേണ്ടിയാണ്, പക്ഷെ അതിനുള്ളിൽ ഒരു ആസ്ട്രൽ ബോഡിയുണ്ട്. അതിൻ്റെ വ്യക്തതയാണ് നോർമൽ ആൻഡ് അബ് നോർമൽ. അപ്പോൾ ആസ്ട്രൽ ബോഡിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജിയാണ്. ഈ കോസ്മിക് എനർജി സൂര്യവെളിച്ചത്തിലാണ്. സൂര്യവെളിച്ചത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്രാറെഡ്, സൂര്യവെളിച്ചത്തിൽ ഇൻഫ്രാറെഡ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, എക്സ്ട്രാ റേസ് ഉണ്ട്, വിസിബിൾ ലൈറ്റ്, റേഡിയോ തരംഗങ്ങൾ എല്ലാം മിക്സായി വരുന്ന എനർജിയാണിത്. അല്ല, രാവിലെ ഇൻഫ്രാറെഡിൻ്റെ സാധ്യത കൂടുതലായതുകൊണ്ടും കോസ്മിക് സപ്പോർട്ട് ബ്രഹ്മമുഹൂർത്തം പോലത്തെ സമയങ്ങളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടും അത് കടന്നു വരാനുള്ള ദൃശ്യമായ വാതിലുകൾ നമ്മൾ മനഃപൂർവ്വമായി ഉണ്ടാക്കി ആ വീടിനെ വാസ്തുയോഗ്യമാക്കി എടുക്കേണ്ടതാണ് ഒരു ടെക്നീഷ്യൻ്റെ കടമയും ആ വീട്ടിൽ വസിക്കുന്നവരുടെ ഉത്തരവാദിത്വവും. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹര എപ്പിസോഡുമായി വീണ്ടും കാണാം.